അവനി നമ്മുടെ ചെക്കൻ അവന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തുപറ്റി? കണ്ണ് തുടിക്കുന്ന പോലെ. അത് കാറ്റടിച്ചതായിരിക്കുമെടി. എന്റെ പൊന്നളിയ ചുളുവില് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താന്ന് എന്നെ കൂടി പഠിപ്പിക്കാവോ? മറ്റുള്ളവരുടെ ആദായത്തിന്റെ പുറത്ത് ജീവിക്കുന്നവർക്ക് പൈസ എന്തെങ്കിലും. അയ്യോ, രാവിലെ തന്നെ നിങ്ങൾ തുടങ്ങി വളിയാ. ചേട്ടാ, അമ്മ അകത്തുണ്ടോ മോനെ? ഈ പ്രതാപൻ ഒരു കാര്യമില്ല. ആഹാ, നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ടല്ലോ. അളിയനെ വെച്ച് നോക്കുമ്പോ നീ തീരെ മോശമാടി. നമസ്കാരം അമ്മേ. നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഒക്കെ നിങ്ങളുടെ കാരുണ്യം. ഇരുന്നോളൂ. ഉള്ളവർക്ക് കൊടുക്കാതെ ആവശ്യമുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നൈവേദ്യം ആദ്യം അമ്മയ്ക്കുള്ളതാ, അതിനുശേഷമോ ഭക്തർക്ക്. ഞങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നത്? കൃഷിയിലെ ആദ്യത്തെ വിളവ് ഇങ്ങനെ കൊണ്ടുതന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവൂ. ഇറങ്ങിക്കോളൂ സർ. അവണി മാഡം, നിങ്ങൾ സാറിനെ കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. ഞാൻ ലഞ്ചിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ വരൂ സർ. വന്നോളൂ സർ. സുരേന്ദ്ര, ജേണി മൊത്തം നീ അവണി നോക്കിയും ഞങ്ങൾ നിന്നെ നോക്കിയും തീർന്നുപോയി. വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. നിനക്കാണോ ആവണി ഒരു പ്രശ്നം? നീ ആവണിയുടെ കാര്യം നോക്ക്, ഞങ്ങൾ ഗീതയുടെ കാര്യം നോക്കാം. സർ, അവിടെ തന്നെ നിൽക്കുന്നത് എന്താണ് സർ? വരൂ സർ. കൃഷ്ണ നദിയുടെ തീരത്തോട് ചേർന്ന് നാഗാർജുന സാഗറിൽ 284 ഏക്കറുകളിൽ ഗൗതമ ബുദ്ധന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു പോരുന്ന ബുദ്ധവനമാണിത്. മുഖ്യ കവാടത്തിനടുത്തുള്ള ഈ ഗജരാജനും മൃഗരാജനും വരുന്ന സന്ദർശകർക്ക് ധീരസ്വാഗതം നൽകിക്കൊണ്ടിരിക്കുന്നു. അകത്തേക്ക് പോകാം, വരൂ. തെലങ്കാന സംസ്ഥാനത്ത് ചരിത്രാത്മകമായ നിർമ്മിതികൾ ധാരാളമുണ്ട്. ഈ
ബുദ്ധവനവും അങ്ങനെ അതിശയിപ്പിക്കുന്ന സന്ദർശന കേന്ദ്രമായി സ്റ്റേറ്റ് ഗവൺമെന്റ് നിലനിർത്തി പോകുന്നുണ്ട്. വരൂ. ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ സർ. പെണ്ണ് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പറയടാ, കമ്പനി മാർക്കറ്റിംഗ് മീറ്റിംഗിന് വേണ്ടിയേ തെലങ്കാന വരെ വന്നാടാ. വർക്ക് ഈസ് ഓവർ. റിട്ടേൺ വന്നോണ്ടിരിക്കുക. ശരിടാ, നീ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. യാ. ഞാൻ നാട്ടിലെത്തിയ ഉടനെ തന്നെ എന്റെ കയ്യിലുള്ള ആ വെഹിക്കിളിന്റെ നമ്പർ ഉപയോഗിച്ച് അവളെ കണ്ടുപിടിക്കണം. മഹാമായ സുദ്ധോധന ദമ്പതികളുടെ ഒരേ ഒരു പുത്രനായ സിദ്ധാർത്ഥന് അമ്മയുടെ മരണശേഷം മൂത്തമ്മ പ്രജാപതി ഗൗതമിയുടെ കൂടെ വളർന്നതുകൊണ്ട് സിദ്ധാർത്ഥന് ഗൗതമൻ എന്ന പേര് ലഭിച്ചു. ആദ്യം ഉണ്ടാകുന്ന വിളവ് ഇങ്ങനെ കൊണ്ടുവന്ന് നൽകുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ജാതകം മുന്നിൽ നിർത്തി ജയ് ജയ് വിളിപ്പിച്ചോണ്ടിരിക്കുക. മോളെ വസന്തേ, എല്ലാവർക്കും സംഭാരം കൊണ്ടുവാ. വേണ്ട സാർ, എത്രയും പെട്ടെന്ന് മോന്റെ വിവാഹസദ്യ തന്നാ മതി. ആ പ്രയത്നത്തിലാ ഞങ്ങളും. ചെറിയ മരുമോളെ കാണാൻ നാടാകെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. അങ്ങനെയാവട്ടെ. വേദവതി, മൂക്കൂത്തിയുടെ ബാധ്യത നീ എത്ര കാലം കൊണ്ടുപോകണമോ എന്തോ. കാവ്യക്ക് ഇവിടെ ശ്രീകരനെ ഇഷ്ടമുള്ള കാര്യം പുറത്തെല്ലാവർക്കും അറിയാം. എന്റെ മോൾക്ക് പുറത്തൊന്നും ഒരാലോചനയും വരില്ല. നാട്ടുകാര് നമ്മുടെ കുടുംബത്തിന്റെ മേൽ എത്രമാത്രം വിശ്വാസം വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ? നീ വിഷമിക്കരുത്, എന്നെയും വിഷമിപ്പിക്കരുത്. കാവ്യക്ക് നല്ലൊരാലോചന ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കെന്റെ ചേട്ടന് തന്നെ വേണം. നോക്ക് കാവ്യ, നീ നമസ്കാരം. വന്നാലും ഇരുന്നാലും എന്തെങ്കിലും ശുഭവാർത്ത? എല്ലാ നാട്ടിലും അതിനുള്ള പ്രയത്നങ്ങളും നടക്കുന്നുണ്ട്. നക്ഷത്രം ചേർന്നാൽ രാശി ചേരില്ല, രാശി ചേർന്നാൽ പാദം ചേരില്ല. ഇങ്ങോട്ട് വലത് കാല് വെച്ച് കയറുന്ന ഭാഗ്യജാതകമുള്ളവൾ എവിടെയാണോ ആവോ? ദൈവം ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ എഴുതി വെച്ചിട്ടുണ്ടാവും. പ്രയത്നിച്ചോളൂ, തീർച്ചയായും വിജയം കാണും. ജോത്സ്യരെ വിശ്വസിക്കുന്നതിനേക്കാൾ പേപ്പറോ ടിവിയോ ഒക്കെ വിശ്വസിക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ജാതകമുള്ള വധുവിനെ തേടുന്നുള്ള ഒരു ആഡ് കൊടുത്ത പ്രശ്നം തീർന്നില്ലേ? ഗുഡ് ഐഡിയ എന്റെ പൊന്നളിയ. എന്റെ തലമണ്ടയ്ക്കകത്തത് തോന്നിയതേ ഇല്ല. നിങ്ങളുടെ അതേ ജാതകത്തിലുള്ള പെൺകുട്ടി ലോകത്തിലില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോ കാവ്യയുടെ കാര്യം ആലോചിച്ചോളൂ അമ്മേ. പത്രത്തിൽ കൊടുക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞാനത് അപ്പ തന്നെ കൊടുത്തേനെ. അതെന്താ കൊടുക്കാത്തെ? എന്തെങ്കിലും ലാജിക് ഉണ്ടോ? ഉണ്ട്. കള്ളജാതകങ്ങളും കൊണ്ട് ഒരു 100 പേര് പടികേറും. അതുകൊണ്ടാ അങ്ങനെ ചെയ്യാത്തത്. ഓ, പോയിന്റ്. ഈ സമയത്ത് ശ്രീകറിന് ഏജ് ബാർ ആയി പോയാൽ? ശ്രീകറിന്റെ കല്യാണം ഈ നാടിന്റെ തന്നെ കല്യാണം. ദൈവത്തിന്റെ ആശീർവാദത്തോടെ വൈകാതെ തന്നെ എനിക്ക് മറ്റൊരു മരുമകളെ കൂടി കിട്ടും. ജോത്സരെ, അമ്മേ, എന്റെ തീരുമാനങ്ങളൊന്നും ഒരിക്കലും മാറില്ല. അതുപോലെ നിങ്ങളുടെ പ്രയത്നങ്ങളും ലക്ഷ്യമില്ലാത്തതാവരുത്. ഞാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എവിടെയോ ഒരിടത്തുണ്ടാവുമെന്ന് ഉറപ്പാണ്. ബുദ്ധൻ ഈ പ്രപഞ്ചത്തിലെ ശാന്തിഗീതവും ഒരു ശാന്തസ്വരൂപി. ഭോഗഭാഗ്യങ്ങളിലും സർവസുഖങ്ങളും അനുഭവിച്ചു. അവയിലൊന്നും ആനന്ദം കാണാഞ്ഞിട്ട് എല്ലാത്തിനെയും പരിത്യജിച്ച് സത്യാന്വേഷണത്തിന് കാട്ടിലൊരു വഴി കണ്ടെത്തിയ
വലിയ ത്യാഗിയാണ്. യെസ്, അതേ വെഹിക്കിൾ. ഇത് സത്യമാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡ്രീമിലാണോ? അകത്തേക്ക് തന്നെയായിരിക്കും പോയത്. ഫ്രണ്ട്സിനൊപ്പം ബുദ്ധവനം കാണാൻ വന്നതാണെന്ന് തോന്നുന്നേ. അവളെ കണ്ടുമുട്ടി അവളോടൊന്ന് സംസാരിച്ച് അവളെ പറ്റി എല്ലാം അറിയണം. യെസ്. എന്റെ മകനോടൊപ്പം 100 വർഷം ജീവിതയാത്ര ചെയ്യും. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും നേടിയെടുക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. എത്രയോ ആലോചന നോക്കി എനിക്ക് ഈ ജാതകം തലയ്ക്കൊരു ഭാരമാകുമ്പോ, നിരാശ തോന്നി ഓരോ തവണ ഈ വീട്ടിലേക്ക് വരുമ്പോ ധൈര്യം തന്ന് നിങ്ങൾ തിരിച്ചയക്കാറുണ്ട്. ഇനി ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ വരില്ല. പോയി വരട്ടെ അമ്മേ. അങ്ങനെയാവട്ടെ. അതെ അമ്മേ, എനിക്ക് പരിചയമുള്ള കുറച്ചു പേര് ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. പറയൂ മോളെ. നമ്മുടെ ജീവിതത്തെ ജാതകം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. എന്തിനാ നിന്റെ അമ്മ മാത്രം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ നാടിന്റെ കാര്യം ഇങ്ങനെ നോക്കുന്നത് എന്നാ ചോദിക്കുന്നത്. നമ്മൾ സന്തോഷിക്കുന്ന നേരത്ത് നമ്മളോടൊപ്പം നിന്ന് ചിരിച്ചവരെ ഒരുപക്ഷെ മറക്കാൻ പറ്റിയേക്കും. പക്ഷെ കഷ്ടകാലത്ത് നമ്മളോടൊപ്പം കരഞ്ഞ ആളുകളെ ഒരു കാലത്തും മറക്കരുതേ എന്ന് അവരോട് പറഞ്ഞോളൂ മോളെ. നോക്കുമോളെ, ചിരിപ്പിക്കുന്ന പരിചയക്കാര്, കരയിപ്പിക്കുന്ന പരിചയക്കാര്, വിഷം തുപ്പുന്ന പരിചയക്കാര്, വിഘടിപ്പിക്കുന്ന പരിചയക്കാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടാവും മോളെ. അവരിൽ ആരുടെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് ആലോചിച്ചു. പഠിച്ച കുട്ടിയല്ലേ നീ? ഞങ്ങള് നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലാത്തവരാ. നിങ്ങളെ പോലെ സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നതെന്ന് കാത്തിരിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഇടയ്ക്കിടെ മാറുന്ന മനസ്സുകൾക്കും മനുഷ്യർക്കും വിലയുണ്ടാവില്ല പൃഥ്വിരാജ്. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും അവസാനം എന്റെ അനിയന് എന്റെ മകൾ മാത്രമായിരിക്കും തുണ. ഏയ്, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നെ? നടക്ക്. ഈ വീട്ടിലേക്ക് വരാൻ പോകുന്ന മരുമോളെ പറ്റി എന്നും ഇതേ പ്രശ്നം. സത്യത്തിൽ ആരായിരിക്കും വരാൻ പോകുന്നത്? ഗൗതമന്റെ ജീവിത ചരിത്രം ജനിച്ചത് തൊട്ട് മഹാനിർവാണം വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും പല പല ശില്പങ്ങളുടെ രൂപത്തിൽ ഈ ബുദ്ധക്ഷേത്രത്തിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇത്രയും സൗന്ദര്യം കണ്ടിട്ടില്ലെന്നേ. സത്യമാണെന്നേ, ഇത്രയും മനോഹരമായ ശില്പങ്ങളും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടും ഇതുവരെയും കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഈ ബുദ്ധവനം മൊത്തം കണ്ട നിങ്ങൾക്ക് ഇനിയും ത്രില്ലാവും സർ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവനെ. അവനെ
വെരി നൈസ് ആൻഡ് റെയർ നെയിം. 27 അടിയുള്ള ഏകശില വിഗ്രഹവും ആ ധർമ്മലോഹ മണിയും ശ്രീലങ്ക സർക്കാർ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. ശ്രീലങ്ക എന്ന രാജ്യം കൂടാതെ ചൈന, ടിബറ്റ്, തായ്ലാന്റ്, നേപ്പാൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തുള്ള പല ഭ്രാന്തങ്ങളിൽ നിന്നും ബുദ്ധനുമായി ബന്ധപ്പെട്ട പഴയ ശില്പങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് ഈ ബുദ്ധവന നിർമ്മാണം നടന്നത്. ആവനി ടൂറിസ്റ്റ് ഗൈഡ്. ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പിന് വന്നാണ് കരുതിയത്. ഇവിടെ ഗൈഡാണോ? ഗ്രേറ്റ്. ആ ഗ്യാങ് ഉള്ളപ്പോ ഇവളോട് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ? സർ, പ്രസന്റേഷൻ സക്സസ്ഫുൾ സർ. ഈവനിങ്ങിന്റെ ഉള്ളിൽ ഗുഡ് ന്യൂസ് വരും സർ. യു ഡോണ്ട് വറി. ഓക്കെ സർ, ഞാൻ വിളിക്കാം. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ എങ്ങോട്ടാ പോയേ? എങ്ങോട്ടാവും പോയത്? ഇതാണ് മഹാസ്തൂപവനം. പവിത്രമായതാണ്. കൃഷ്ണശിലകളുടെ കേന്ദ്രം. മൊത്തം 13 തരത്തിലുള്ള സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 8 വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, 5 ഭാരതദേശത്തിനോട് സംബന്ധമുള്ളത്. പോകാം, വരൂ. അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയം ധ്യാനം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഫോറിൻ സ്റ്റൈൽ ടെക്നോളജിയിൽ നിർമ്മിച്ച സ്തൂപമാണിത്. മകുടം മേഘാവൃതം. എന്താ സർ, എല്ലാവരുടെയും മുഖം പെട്ടെന്ന് വല്ലാണ്ട് വാടിപ്പോയല്ലോ. ഇനിയും കാണേണ്ടത് ഒരുപാടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന് ദാഹിക്കുന്നുണ്ടത്രേ. വെള്ളം കൊണ്ടുവരാൻ പറയണോ? അവന്റെ ദാഹം വെള്ളം കൊണ്ട് തീരില്ല. സോഫ്റ്റ് ഡ്രിങ്ക് എന്തെങ്കിലും വേണോ? തൽക്കാലം ഒന്നും വേണ്ട. അവന് മാഡം, യു ക്യാരി ഓൺ. 206 രാജ്യങ്ങളിൽ ബുദ്ധന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളും ഒരുപാട് പണവും ചെലവഴിച്ചുകൊണ്ട് ഈ ബുദ്ധവനം എത്ര മനോഹരമായി പൂർത്തീകരിച്ചത്. എക്സ്ക്യൂസ് മീ, ചേച്ചിയെ വിളിക്കുന്നത്. സംസാരിച്ചിട്ട് വരാം. 1 മിനിറ്റ് സർ. ഗീത, നീ ഇവിടെ തന്നെ നിൽക്ക. ശരി. അവള് വരുന്നത് വരെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഗീത, പറയൂ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? എറണാകുളത്ത് തന്നെയാ. ഏരിയ അതെന്തിനാ സർ? ജസ്റ്റ് കാഷ്വൽ. സോറി സർ, പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും തരാൻ കഴിയില്ല. വരൂ, നമുക്ക് ബാക്കിയുള്ളത് കാണാം. ആവണി വർക്കൗട്ട് ആവോടാ? ആയിക്കോളൂടാ, ഉറപ്പായും ആയിക്കോളൂ. പെട്ടെന്ന് പറഞ്ഞതാ ചേച്ചി, അതുകൊണ്ട് നോന്ന് പറയാൻ പറ്റിയില്ല.
ഒറ്റയ്ക്കാണല്ലോ ഉള്ളത്. സംസാരിക്കാനായിട്ട് ഇത് റൈറ്റ് ടൈം. ഇപ്പൊ ഞാൻ അപ്രോച്ച് ചെയ്ത അവൾ എങ്ങനെയായിരിക്കും ഇത് റിസീവ് ചെയ്യാൻ പോകുന്നത്? ആ, അവളെ കുറിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം പോയി സംസാരിക്കാം. അതുവരെ തൽക്കാലം അവൾ അറിയാതെ അവളുടെ കൂടെ ഒരു സെൽഫി എടുത്തേക്കാം. തന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു സെൽഫി എടുക്കുന്നുണ്ടേ. വെരി സോറി ആമിനി. ശരി ചേച്ചി, ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ കോൾ ചെയ്യാം. ബൈ. ഹലോ, നിങ്ങളോടാ? നേരെ നിക്ക്. സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വബോധം ഉണ്ടാവാറില്ലേ? മതി മറന്ന് ഭ്രാന്ത് കയറി ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഒരുപാട് പേരുടെ പ്രാണൻ മേലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്കൊരു സ്വീറ്റ് മെമ്മറി ആയിട്ട് ബാക്കി ഉണ്ടാവണം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ബാഡ് മെമ്മറി ആയിട്ട് ആവരുത്. ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നോക്കണേ. ഞാനെന്താ ഇവിടെ കോമഡി ചെയ്യുവാണോ? ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാ? പരിചയമുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി വരുന്നത് അത് സ്വാഭാവികമല്ലേ? നമുക്കിടയിൽ പരിചയമുണ്ടെന്നോ? എന്നെ ഓർമ്മയില്ലേ? ഇല്ല. ആ, അന്ന് രാത്രി മഴയത്ത് നമ്മൾ കണ്ടുമുട്ടിയില്ലേ? ഇപ്പൊ ഓർമ്മ വന്നില്ലേ? ആ അതെ, ഇപ്പൊ തന്റെ ഫ്രണ്ട് സംസാരിച്ചപ്പോ തന്റെ പേര് ആവനി എന്ന് മനസ്സിലായി. ഓക്കെ, ഞാൻ ചെല്ലട്ടെ. എന്നെ സേവ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലാന്നേ. അവനി, ഒന്ന് വേഗം വന്നേ. ആ, ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. യാ ഷുവർ. എന്തു പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ കാറിൽ എന്റെ ഷോള് കുടുങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ വെരി വെരി സോറി കേട്ടോ. അയ്യോ, അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. പിന്നെ താൻ ഇന്നലെ എനിക്ക് സോറി കൂടെ പറഞ്ഞില്ലേ? മാത്രമല്ല, ചിലതൊക്കെ നമ്മുടെ നന്മയ്ക്കായിരിക്കും നടക്കുന്നതെന്നേ. ഓക്കെ കേട്ടോ. സത്യത്തിൽ ഞാനിപ്പോ സ്വപ്നം കാണുവാണോ? അവനെ കണ്ടപ്പോ തന്നെ ഞാൻ ജാതകത്തിന്റെ കാര്യമൊക്കെ മറന്നു.